Hello everyone, welcome to Kick Doctor Healthcare Private Limited. I hope you all stay safe and healthy. കഴിഞ്ഞൊരു വർഷക്കാലമായി നമ്മളെല്ലാവരും ഓൺലൈൻ ക്ലാസ് റൂമുകളിലായിരുന്നു. വീണ്ടും ഇതാ ഒരു പരീക്ഷാകാലം കൂടി. പഠിച്ചതെല്ലാം പ്രാവർത്തികമാക്കാനുള്ള സമയം. ഈ വെബിനാറിലൂടെ എക്സാമിനെ എങ്ങനെ ഫേസ് ചെയ്യാം എന്നുള്ള കുറച്ച് മെന്റൽ ടിപ്സ് ആണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. So I welcome our presenter, Ms. Gayatri Rajgopalan Nair. She is a certified life coach and neuro-linguistic programming. She also has previous experience in TCS and Green Valley International School as HR and Public Relation Coordinator. I hope you all enjoy the session. Thank you so much. നമസ്കാരം, ഞാൻ ഗായത്രി, ലൈഫ് കോച്ചാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം വളരെ പ്രസക്തമായ ഒന്നാണ്. ഈ ഒരു കാലഘട്ടത്തിലും പ്രത്യേകിച്ചും ഈ ഒരു സമയത്തും പരീക്ഷയുടെ സമയമാണ്. അതെ, പരീക്ഷയെപ്പറ്റി തന്നെയാണ് ഇന്ന് സംസാരിക്കാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ പരീക്ഷ പേടിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 80% കുട്ടികളെങ്കിലും സമ്മതിച്ചു തരും. അത് സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും കുട്ടികൾക്ക് പരീക്ഷ എന്നാൽ ഒരു പേടി സ്വപ്നം തന്നെയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത്രയും ഒരു പേടി സ്വപ്നത്തിലേക്ക് പരീക്ഷ വന്നു തുടങ്ങിയത്? എന്നോട് ഒരുപാട് ഞാനൊരു ലൈഫ് കോച്ചാണ്. അപ്പോൾ എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്, മാം, എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ 10ാം ക്ലാസ്സിലേക്കുള്ള പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പോൾ അത് എങ്ങനെ ടാക്കിൾ ചെയ്യാം? അവന് വളരെ ഡിപ്രഷനാണ്. ഇതൊരു പേരൻ്റ് ചോദിച്ചതാണ്. അവന് വളരെ ഡിപ്രഷനാണ്, അല്ലെങ്കിൽ അവന് എല്ലാം പഠിച്ചിട്ടുണ്ട്, പക്ഷേ ആൻസർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ബുദ്ധിമുട്ട് മനസ്സിൽ ഉണ്ട്, ഒരു പേടിയുണ്ട്. അപ്പോൾ അതെങ്ങനെ അവനെ ടാക്കിൾ ചെയ്യിക്കാം? ഞങ്ങളുടെ സൈഡിൽ നിന്നും എന്ത് കൊടുക്കാം? കാരണം ഇതൊരു ബേസ് ഇതാണല്ലോ മാം. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണല്ലോ അടുത്ത എക്സാംസ് വരുന്നത് എന്നുള്ള ചോദ്യങ്ങൾ എന്നോട് ചോദിച്ച പേരൻറ്റിനെ പോലെ തന്നെ അതേ സിമിലർ സെറ്റ് ഓഫ് ചോദ്യങ്ങൾ നിങ്ങളിൽ പലർക്കും ഉണ്ടാകാം. എന്തുകൊണ്ടാണ് ആ ചോദ്യങ്ങൾ വരുന്നത് എന്ന് ആലോചിക്കുക. കാരണം നമ്മളെപ്പോഴും ഒരു ബോർഡ് എക്സാം 10th അല്ലെങ്കിൽ 12th എന്ന് പറയുന്ന ആ ഒരു സമയത്ത് കുട്ടിയിൽ വീട്ടിൽ നിന്നും അത്യാവശ്യം പ്രഷറൈസ്ഡ് ആണ്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു വീട്ടിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഉണ്ടാവുകയും അല്ലെങ്കിൽ ഒരു 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഉണ്ടാവുകയോ ചെയ്താൽ കുറച്ച് ഒരു പ്രഷറൈസ്ഡ് ആയിരിക്കും. കുറച്ചെല്ലാം വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ലീനിയൻ്റായ ഒരുപാട് ഫാമിലീസ് ഉണ്ട്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരുപാട് പേരുണ്ട് ലീനിയൻ്റായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഒരു ആഡഡ് പ്രഷറായി ഈ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ സ്കൂളിൽ നിന്നും ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നും സ്കൂളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുള്ളത് അവരുടെ വിജയശതമാനം കണക്കിലെടുത്ത് അവർ അതിനു വേണ്ടിയിട്ട് കുട്ടികളെ കുറച്ചും കൂടി ഒന്ന് തയ്യാറെടുപ്പിക്കും. അത് അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അത് തെറ്റല്ല. പക്ഷേ ഒരു കാര്യം ഓർക്കേണ്ടത്, ഒരിക്കലും ഒരു സ്കൂളിൻ്റെ വിജയശതമാനം അല്ലെങ്കിൽ ഒരു രക്ഷിതാവിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ഭാവിയെക്കാളും വലുതായ ഒന്നല്ല. അപ്പോൾ നമുക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം, ഏറ്റവും ക്രൂഷ്യൽ ടൈം എന്ന് നമ്മൾ കോമണായി പറയപ്പെടുന്ന ഈ പറയുന്ന 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും ഒക്കെ എത്രത്തോളം നമുക്ക് ഈസി ആക്കി കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം അവർക്ക് നല്ല രീതിയിൽ അതിനെ
പരീക്ഷ അറ്റൻഡ് ചെയ്ത് നല്ല രീതിയിൽ നല്ല മാർക്കോടെ പാസ്സായി നല്ല നല്ല നിലകളിൽ എത്താൻ പറ്റും. അപ്പോൾ പേരൻസിനും ടീച്ചേഴ്സിനും ഒക്കെ ആരെങ്കിലും പേരൻസും ടീച്ചേഴ്സും ഒക്കെ ഇത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കുക. കുറച്ചും കൂടി ഒരു ലീനിയൻസി അല്ലെങ്കിൽ ഒരു അവർക്ക് കുറച്ചും കൂടി ഒരു സപ്പോർട്ടാണ് വേണ്ടത്. അവർക്ക് ഒരു ആഡഡ് ഒരു അവർ ഓൾറെഡി അവെയറാണ്. ഈ കാലത്തെ കുട്ടികൾക്ക് പുതിയതായിട്ട് നമുക്ക് ഒന്നും പറയാനില്ല. അവർ വലിയൊരു ടെക്നോളജി യുഗത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അവർക്ക് ആഡഡായിട്ട് അവർക്കൊരു ഇൻഫർമേഷൻ്റെ ആവശ്യമില്ല, എല്ലാം വിരൽത്തുമ്പിൽ ഉണ്ട്. അപ്പോൾ അവർക്ക് ഇമോഷണൽ സപ്പോർട്ടായിരിക്കാം വേണ്ടി വരിക, അല്ലെങ്കിൽ അതിൻ്റെ വേറെ എന്താണ് അവർക്ക് വേണ്ടത് എന്ന് ഉള്ളത് ആ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. കൂടുതലും പേരൻസ് ആയാലും ടീച്ചേഴ്സ് ആയാലും സ്കൂളുകളായാലും ഒക്കെ. അപ്പോൾ കുറച്ചും കൂടി അവരെ അത് ബെറ്ററായിട്ടൊന്ന് മോൾഡ് ചെയ്തെടുക്കാനായിട്ട് നന്നായിരിക്കും എന്ന് തോന്നുന്നു. കാരണം അവർക്ക് എപ്പോഴും പരീക്ഷാ പേടിയുള്ള കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം. എന്നോട് ഒരു കുട്ടി ഒരിക്കൽ പറഞ്ഞത്, ഒരു ആങ്സൈറ്റി ഡിസോർഡർ ഉള്ള ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ അത് ഈ കാര്യം കൊണ്ട് തന്നെയാണ്. ഇതിലേറ്റവും രസമുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ, അവൻ വളരെ ബ്രൈറ്റായ ഒരു സ്റ്റുഡൻ്റാണ്. എക്സാമിനേഷനുകളിലും ക്ലാസ്സുകളിലും ഒക്കെ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുന്നതിലും അവൻ്റെ അസൈൻമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുന്നതിലും പിന്നെ ബാക്കിയുള്ള എക്സാംസിലായാലും ഒക്കെ ഒരു 95% എബവ് നിൽക്കുന്ന ആൾക്ക് എക്സാമിനേഷൻ എന്ന് കേൾക്കുമ്പോൾ പേടി. അപ്പം ഞാൻ എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, എന്താണ് ശരിക്കും അവൻ ഫീൽ ചെയ്യുന്നത് എന്നറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ടായിരുന്നു. കാരണം വളരെ ബ്രൈറ്റായ ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ അവൻ പറഞ്ഞത്, ഞാനെല്ലാം പഠിച്ചു, പക്ഷേ പഠിച്ചത് എനിക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എഴുതി ഫലിപ്പിച്ച് എനിക്ക് ഇത് അറിയാമെന്ന് എൻ്റെ ആൻസർ ഷീറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവണം. അപ്പോൾ എൻ്റെ അറിവ് അവിടെ എനിക്ക് കാണിക്കാൻ പറ്റിയാലേ പറ്റുള്ളൂ അല്ലേ? അപ്പോഴേ എനിക്ക് ആ എക്സാമിൽ നിന്നും ആ പറയുന്ന ഒരു റിസൾട്ടിലേക്ക് എത്തുള്ളൂ. അത് എത്തുമോ അല്ലെങ്കിൽ എത്തിയില്ലെങ്കിൽ അവൻ്റെ ഏറ്റവും വലിയ പേടി എത്തുമോ. രണ്ടാമത്തെ വലിയ പേടി എന്താണെന്ന് വെച്ചാൽ, എങ്ങാനും 95% എന്നതിൽ നിന്നും ഒരു 94 1% എങ്കിലും കുറഞ്ഞാൽ എൻ്റെ അച്ഛനെയും അമ്മയും എൻ്റെ ഫാമിലിയെ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും, അല്ലെങ്കിൽ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ, ആ റെസ്പോൺസിബിലിറ്റി ഞാൻ സെർവ് ചെയ്യുന്നുണ്ടോ, ആ സെർവ് ചെയ്യാൻ പറ്റുമോ എന്നെക്കൊണ്ട് എന്നൊക്കെയുള്ള പല പല ചിന്തകൾ അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ എക്സാമിനേഷന് അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളിൽ ഇത്തരം ചിന്തകൾ പോയിക്കൊണ്ടിരുന്നാൽ അവരെപ്പോഴാണ് പഠിക്കുക? അവരെപ്പോഴാണ് എക്സാമിനേഷന് തയ്യാറെടുക്കുന്നത്? ശരിക്കും ലിറ്ററലായിട്ടും എക്സാമിനേഷന് എങ്ങനെ തയ്യാറെടുക്കും? അവർക്ക് ആക്ച്വലി എക്സാമിനേഷന് പഠിക്കാൻ പല കുട്ടികളിലും കണ്ടിട്ടുള്ളത്, എക്സാമിനേഷന് പഠിക്കുന്നതിലുള്ള ടെൻഷനല്ല, അത് കഴിഞ്ഞാൽ എന്ത്, അത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ, അത് നല്ലതാണെങ്കിൽ വളരെ നല്ലത്, ഞാൻ എടുക്കും, ദാറ്റ് ഈസ് ഫൈൻ. പക്ഷെ നല്ലതല്ലെങ്കിൽ ഞാൻ എങ്ങനെ അതിനെ ഫേസ് ചെയ്യും, എന്നെ ആൾക്കാരെങ്ങനെ നോക്കി കാണും എന്ന ഒരു പേടി ഒരു ഭയങ്കരമായിട്ട് ഇപ്പോൾ പ്രിവെയിലിംഗ് ആയിട്ട് കാണാറുണ്ട്. അത് കുട്ടികൾ ആ ഒരു ചിന്തയിലേക്ക് പോകുന്നത് പേരൻസ് മാക്സിമം സമ്മതിക്കാതിരിക്കുക, അവർക്കൊരു ഇമോഷണൽ സപ്പോർട്ടായിട്ട് നിൽക്കുക. നിങ്ങളുടെ കുട്ടി എക്സാം നല്ല രീതിയിൽ എഴുതിയാലും
കുറച്ച് അവനോ അവൾക്കോ ബുദ്ധിമുട്ടായ രീതിയിൽ എഴുതിയാലും ആ കുട്ടി നിങ്ങളുടേത് തന്നെയാണ്. അപ്പോഴും എക്സാമിനേഷൻ കഴിഞ്ഞാലും ആ കുട്ടി നിങ്ങളുടേത് തന്നെയാണ്. അവരുടെ പേരൻസ് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഇമോഷണൽ സപ്പോർട്ട് ലൈഫ് ലോങ് അവർക്ക് വേണ്ട ഏറ്റവും വേണ്ട ഒരു സമയമാണിത്. അവർ ക്രൂഷ്യലായിട്ടുള്ള ഒരു ലൈഫിൻ്റെ സ്റ്റെപ്പ് എടുക്കുന്നു എന്ന് അവർക്ക് തന്നെ മനസ്സിലാവുന്ന ഒരു സമയത്ത് അവർക്ക് ആ ഒരു സപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിലും കൂടുതൽ കാര്യങ്ങളില്ല. അതിൽ തന്നെ ഒരു 80% അടങ്ങിയിട്ടുണ്ട്. അതിൽ തന്നെ അവർ ഓക്കെ ആവും. ബാക്കിയുള്ള 20% അവർ പ്രിപ്പയർ ചെയ്യുന്നതിൽ, അവരുടെ ബാക്കിയുള്ള കാര്യങ്ങൾ അവർ ചെയ്ത് വന്ന് അതിൽ നിന്നും കിട്ടുന്ന ഗതിക്കുള്ള സ്റ്റെപ്സാണ് അല്ലേ. അപ്പോൾ അധ്യാപകരോടും രക്ഷിതാക്കളോടും സ്കൂളുകളോടും പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. അവർക്ക് വേണ്ട രീതിയിൽ, വേണ്ട സ്ഥലത്ത് വേണ്ട പ്രോത്സാഹനവും സപ്പോർട്ടും ഇമോഷണലായാലും ഫിസിക്കലായാലും മെൻ്റലായാലും ഒക്കെ കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അവരുടേതായ രീതിയിൽ പഠിക്കട്ടെ, അവരുടേതായ രീതിയിൽ പഠിച്ച് അവരുടേതായ രീതിയിൽ ജീവിതത്തിൽ മുന്നോട്ട് വരട്ടെ. അതായിരിക്കും എപ്പോഴും നല്ലത്. ഇനി പറയാനുള്ളത് കുട്ടികളോടാണ്. കുട്ടികൾക്ക് ആവശ്യമില്ലാത്ത ചിന്തകൾ വരാറുണ്ട്. പരീക്ഷ എന്ന് പറയുമ്പോൾ മുന്നിൽ കണ്ട് മുൻവിധികളോടെ അതിനെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രവണതയുണ്ട്. എക്സാമിനേഷൻ ഒരിക്കലും ഒരു ടെസ്റ്റ് അല്ല, നമ്മുടെ ജീവിതം എന്നെ അളക്കാനായിട്ട് വയ്ക്കുന്ന ഒരു എക്സാമിനേഷൻ അല്ല അത്. നമ്മൾ ഒരു വർഷം പഠിച്ച് വന്ന പാഠഭാഗങ്ങൾ അത് എത്രത്തോളം മനസ്സിലായി, അതിൽ നിന്നും നമുക്ക് എന്തൊക്കെ മനസ്സിലായിട്ടുണ്ട്, എന്തൊക്കെ മനസ്സിലായിട്ടില്ല എന്നുള്ള ഒരു സെൽഫ് ഇവാലുവേഷൻ പോലെയേ ഉള്ളൂ. എല്ലാ പരീക്ഷയും പോലെ തന്നെയാണ് ബോർഡ് എക്സാംസും, 10ാം ക്ലാസ് 12ാം ക്ലാസ്സും ഒക്കെ. അത് ഒരു സർട്ടൻ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ നമുക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ പല കോളേജിൽ അഡ്മിഷൻ പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു കരിയർ പാത്തിലേക്ക് പോകുമ്പോൾ ഒക്കെ നമുക്ക് അത് ആ ഒരു ഇവാലുവേഷൻ ലെവലിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ എഡ്യൂക്കേഷൻ. ഇതാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത്, ദിസ് ഈസ് ദ ഡിഗ്രി ഐ ഹോൾഡ്, അല്ലെങ്കിൽ ദിസ് ഈസ് ദ തിങ് ഐ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു കാര്യം. അതിലെ ഒരു പരീക്ഷയായിട്ട് കണ്ടാൽ മതി. അത് 10th ആയാലും ശരി 12th ആയാലും ശരി. നമുക്ക് എപ്പോഴും നമുക്ക് മുന്നിലേക്ക് വരുന്ന കാര്യം നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ മനുഷ്യ സ്വഭാവമാണത്. നമുക്ക് വേണ്ടാത്ത ചിന്തകൾ വരും, നെഗറ്റീവായിട്ട് ആലോചിക്കാൻ തോന്നും. എല്ലാം പഠിച്ചിട്ടുണ്ടാവും, എല്ലാം തറവായിരിക്കും. പക്ഷേ ഒന്നും കൂടെ വായിക്കുമ്പോൾ അയ്യോ മറ്റത് ഓർമ്മയില്ലല്ലോ. ഇവിടെ 12ാമത്തെ ചാപ്റ്റർ വായിക്കുമ്പോൾ അയ്യോ 1ാമത്തെ ചാപ്റ്ററിലെ മറ്റേ 3ാമത്തെ ക്വസ്റ്റ്യൻ എനിക്കിപ്പോഴും ശരിക്കും ഓർമ്മയില്ല, ഞാൻ രാവിലെ വായിച്ചതാണ്. എന്താണ് ആ പ്രശ്നം വരുന്നത്? അത് നമ്മളൊരു പ്രസൻറ്റ് മൊമെൻറ്റിൽ നമ്മളത് ഒരിക്കലും ചിന്തിക്കുന്നില്ല. നമ്മൾ വളരെ ഡിസ്ട്രാക്റ്റഡായിട്ട് ചിന്തകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ രാവിലെ കുളിക്കുമ്പോഴത്തേനും കുളിയിലല്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കുളിക്കുമ്പോൾ അയ്യോ സമയമുണ്ടോ, കഴിക്കാൻ സമയമുണ്ടോ, അല്ലെങ്കിൽ ഇത് റിവൈസ് ചെയ്തില്ലായിരുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഡ്രസ്സ് ഇട്ടിട്ട് ഇറങ്ങാനുള്ള സമയമുണ്ടോ, അല്ലെങ്കിൽ ഇത് പ്രിപ്പയർ ചെയ്യാനുള്ള സമയമുണ്ടോ, ഈ എക്സാമിൻ്റെ ഡേറ്റ് അടുത്തു. അങ്ങനെയുള്ള ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ചിന്തകളെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ചിന്തകളുടെ നമ്പേഴ്സ് നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. കാരണം മനുഷ്യൻ ഇസ് ഡിസൈൻ ലൈക്ക് ദാറ്റ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ചിന്തകളെ മാക്സിമം ഫിൽട്ടർ ചെയ്തെടുക്കുക. ചിന്തകളെ ഫിൽട്ടർ ചെയ്തെടുത്ത് അതിൻ്റെ കുറച്ചും കൂടി ക്വാളിറ്റി വൈസായിട്ട് ചിന്തിച്ച് നമുക്ക് വേണ്ടത് മാത്രം അതിൽ നിന്ന് എടുക്കുക.
വേണ്ടാത്ത വിചാരങ്ങളിൽ നിന്നും അതിലധികം അങ്ങനെ അങ്ങ് മുഴുകി നിൽക്കാതെ ഒന്ന് ശ്രദ്ധിക്കുക. പരീക്ഷ എന്ന് പറയുന്നത് എപ്പോഴും ഒരിടത്ത് വായിച്ചതാണിത്, പ്രിപ്പറേഷൻ മീറ്റ്സ് ഓപ്പർച്യൂണിറ്റി. അപ്പോഴാണ് വെൻ പ്രിപ്പറേഷൻ മീറ്റ്സ് ഓപ്പർച്യൂണിറ്റി ഇറ്റ് ബിക്കംസ് ലക്ക്. നമ്മൾ എത്രത്തോളം നന്നായി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നോ ആ തയ്യാറെടുപ്പും നമുക്ക് ആ പരീക്ഷാ ദിവസം ഉണ്ടാകുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റി, എത്ര നമുക്ക് നമ്മൾ തയ്യാറെടുത്തതിൽ നിന്നും ഒരു 80% ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ആയി അല്ലേ. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ലക്ക് എന്നുള്ള ഫാക്ടർ വരുന്നത്. ആ ഒരു ഭാഗ്യം, അപ്പോൾ എനിക്കിത് വളരെ ഈസിയായി എക്സാം. അപ്പം ഞാൻ വിചാരിച്ചത് ഒരു 50 മാർക്കായിരുന്നു, പക്ഷെ എനിക്കൊരു 70 മാർക്ക് കിട്ടും. കാരണം എനിക്ക് കുറച്ചും കൂടെ ഈസി ആയിരുന്നു ഈ എക്സാം, ഞാൻ വിചാരിച്ച അത്ര പാടല്ലായിരുന്നു എന്ന് ചിലപ്പോൾ പറയാറില്ലേ കുട്ടികൾ. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ്. അത് ഇറ്റ് മാറ്റേഴ്സ് വെരി മച്ച്. അതിൻ്റെ കൂടെ തന്നെ ഓപ്പർച്യൂണിറ്റി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് ബിയോണ്ട് അവർ കൺട്രോൾ. നമ്മളല്ല ക്വസ്റ്റ്യൻ പേപ്പർ ഡിസൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഒരാളല്ല, നിങ്ങൾക്ക് ക്ലോസ് ആയിട്ട് അറിയാവുന്ന ഒരാളായിരിക്കില്ല, പുറത്തുനിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസൈൻ ചെയ്താണ് വരുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ പവർ വളരെ കുറവാണ്. അതിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അതിന് പറ്റിയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന കാര്യം, നമുക്ക് ബെറ്റർ ആക്കി കുറച്ചും കൂടി ശതമാനം ഉയർത്താവുന്ന കാര്യം പ്രിപ്പറേഷൻ മാത്രമാണ്. അപ്പോൾ പ്രിപ്പറേഷൻ എത്രത്തോളം നന്നായി ചെയ്യാം എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴത്തേനും ഒരുപാട് കുട്ടികൾ സാധാരണ മാർച്ച് മാസമാണല്ലോ പരീക്ഷ വരുന്നത്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് ഒരു ഫെബ്രുവരി വരയ്ക്കും അത്യാവശ്യം ഉഴപ്പി നടന്നിട്ട് മാർച്ച് ആദ്യത്തെ ഒരാഴ്ചയാകുമ്പോഴത്തേനും കുറച്ച് ടെൻഷൻ പതുക്കെ തുടങ്ങും. അയ്യോ പരീക്ഷ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ആദ്യം മനസ്സിലാക്കുക. നമുക്കൊരു ജൂൺ മുതൽ ഉള്ള പോർഷൻസിൻ്റെ ഇവാലുവേഷനാണ് മാർച്ചിൽ നടക്കുന്നത്. ജൂൺ മുതൽ ഫെബ്രുവരി ഒരു ഫസ്റ്റ് വീക്കൊക്കെ ആകുമ്പോഴത്തേനും എനിക്ക് തോന്നുന്നു ക്ലാസ്സുകൾ കഴിയും. സ്റ്റഡി ലീവാണ് പിന്നെ. അപ്പോൾ 10th ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ അല്ലെങ്കിൽ എക്സ്ട്രാ ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ ജൂൺ ടു ഫെബ്രുവരി ഒരു ഫസ്റ്റ് വീക്ക് വരെ എടുക്കുന്ന ആ ഒരു പോർഷൻസാണ് നമ്മളിരുന്ന് പരീക്ഷയ്ക്ക് മുന്നേ ഉള്ള ഒരു ആഴ്ച അല്ലെങ്കിൽ ഒരു 2 ദിവസം കൊണ്ട് പഠിക്കാൻ നോക്കുന്നത്. പറ്റുമോ? പ്രാക്ടിക്കലാണോ? അല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ആദ്യം നമുക്ക് തന്നെ ഒരു റിയലൈസേഷൻ വേണം. നമ്മൾ ഈ പറയുന്ന കാലഘട്ടത്തിൽ നമ്മൾ എന്താണ് ചെയ്തത് അതിൻ്റെ തന്നെ ഒരു ഇവാലുവേഷനാണ്. അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ലാസ്റ്റത്തെ ഒരാഴ്ച നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതും ഓപ്പർച്യൂണിറ്റിയും കൂടി ചേർന്നാലല്ല ലക്ക് ഉണ്ടാവുക. ഈ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ജൂൺ മുതലാണ്. ജൂൺ മുതൽ ഇങ്ങോട്ട് കുറച്ച് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമുക്ക് എപ്പോഴും പേടിയുണ്ട്. 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ 12ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി എത്രയൊക്കെ വീഡിയോ ഇങ്ങനെ ഇട്ടാലും എത്രയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടെങ്കിലും ഒക്കെ കുട്ടികൾക്ക് പേടി തന്നെയാണ്. അത് ഇറ്റ്സ് അണ്ടർസ്റ്റുഡ്. ഓക്കെ. അപ്പോൾ അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷെ നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പേടി എന്ന് പറയുന്നത് കുറച്ച് സ്കാറ്റേർഡ് ആക്കാം. ജൂൺ മുതൽ ഈ പറയുന്ന പേടി ജൂൺ മുതൽ കുറച്ചായിട്ടുണ്ടെങ്കിൽ അവസാനം ഫെബ്രുവരി ഒരു മാർച്ച് കാലഘട്ടം ആകുമ്പോഴത്തേനും ഒരു പേടിയുടെ അളവ് താരതമ്യേന കുറവായിരിക്കും. ഫെബ്രുവരി വരയ്ക്കും ഒരു പേടിയുമില്ല, വളരെ ചില്ലായിട്ട് നടക്കുന്ന ഒരു മനുഷ്യന് പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു ആങ്സൈറ്റിയാണ്
ഈ പറയുന്ന ഡിപ്രഷനിലേക്കും സ്ട്രെസ്സൊക്കെ 10-12 ക്ലാസ്സുകളിലൊക്കെ ഉള്ള കുട്ടികൾക്ക് സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷൻ, ഡിപ്രഷൻ എന്നൊക്കെ പറയാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. അതാദ്യം മനസ്സിലാക്കണം. എന്താണ് സ്ട്രെസ്സ്, എന്തിനാണ് സ്ട്രെസ്സ്? നമുക്ക് മുന്നോട്ടുള്ള കാര്യം, ലൈഫിലേക്കുള്ള ഒരു പടി തന്നെയാണ്. പക്ഷേ അത് നമ്മുടെ ഒരു ഒരു ഇവാലുവേഷനും ഒരു റിയലൈസേഷൻ പോയിൻറ്റും കൂടിയാണ്. നമ്മൾ എന്താണോ ചെയ്യുന്നത്, നമ്മൾ ഇന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ നാളെ നമുക്കതിൻ്റെ ഫലം കിട്ടും. ആസ് യു സോ യു റീപ്പ്, അല്ലേ? അത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെയുള്ളൂ. നമുക്ക് ഒരു മാജിക്കുകളൊന്നും സംഭവിക്കില്ല എന്നുള്ള ഒരു റിയലൈസേഷൻ നിങ്ങൾക്കുണ്ടാവണം. ഇന്നെല്ലാം പഠിച്ചു, 2 ദിവസം കഴിഞ്ഞുള്ള എക്സാമിന് എല്ലാം ഞാൻ എഴുതും, എല്ലാം തറവായിട്ട് ഫസ്റ്റ് മുതൽ ഏത് ചോദിച്ചാലും ഞാൻ എഴുതും. അങ്ങനെ ഒരാൾക്ക് പ്രാക്ടിക്കലി ഇമ്പോസിബിളാണ് അതിൻ്റെ ചാൻസസ്. പക്ഷേ നമുക്ക് കുറച്ചൊക്കെ ചെയ്യാൻ പറ്റും. കുറച്ചൊക്കെ ഓർഗനൈസ്ഡ് ആയിട്ട് പിന്നെയും ഒരു വീക്ക് ഉണ്ട്. ആ ഒരു വീക്കിൽ കുറച്ചും കൂടെ ഓർഗനൈസ്ഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റി ആലോചിക്കുക. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഇതുവരെ ചെയ്യാതിരുന്ന രീതികൾ അല്ലെങ്കിൽ പരിചയിക്കാത്ത രീതികൾ, ചിലപ്പോൾ ചില വീഡിയോസിലോ അല്ലെങ്കിൽ ചില ടീച്ചേഴ്സോ ചില ക്ലാസ്സുകളിലോ ഒക്കെ പറയും ഈ രീതിയിലൊന്ന് എഴുതി നോക്കൂ എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ ആ ശൈലി അത്ര പരിചയം ഇല്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പഠന രീതി അത്ര പരിചിതമല്ല എന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യാതിരിക്കുക. ലാസ്റ്റ് ഒരു ടൈം പീരീഡിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ജൂൺ മുതലുള്ള കാലഘട്ടത്തിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാം. അല്ല ഇതല്ല എന്നുള്ള നിങ്ങൾക്ക്, കാരണം സമയം ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ പറയുന്ന കാര്യം ലാസ്റ്റുള്ള ഈ പരീക്ഷയ്ക്ക് തൊട്ട് മുൻപുള്ള ദിവസങ്ങളിൽ പുതിയ പഠന രീതികൾ അല്ലെങ്കിൽ പഠന ശൈലികൾ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൂടുതൽ കൺഫ്യൂഷനിലേക്ക് സ്വയം നയിക്കാതിരിക്കുക. കാരണം പലരും പഠിക്കുന്നത് പല രീതിയിലാണ്. ഇപ്പോൾ ഞാൻ പഠിക്കാനെടുക്കുന്ന രീതി ആയിരിക്കില്ല മറ്റൊരാൾ, എൻ്റെ തൊട്ടടുത്തിരുന്ന് പരീക്ഷ എഴുതുന്ന ആൾ പഠിക്കാനെടുത്തിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ മെമ്മറൈസ് ചെയ്യാൻ പറ്റുക, നിങ്ങൾക്ക് ഏത് രീതിയിലാണോ എഴുതുന്നത് കുറച്ചും കൂടി, അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയാസ്, നിങ്ങളുടെ തോട്ട്സ് എങ്ങനെ അത് പേപ്പറിൽ കാണിക്കാൻ പറ്റുമോ ആ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. പുതിയ രീതികൾ പഠിക്കുന്നതിനോട് യോജിപ്പില്ലായ്മയില്ല എനിക്ക്. പക്ഷേ അവസാന നിമിഷത്തിൽ ഒരു ആഡഡ് പ്രഷറായിട്ട് കൊണ്ടുപോയിട്ട് അവസാനം ഉള്ളതും കൂടി ഇല്ല എന്നുള്ള രീതിയിൽ ഈ കുളിപ്പിച്ച് കൊച്ചിനെ ഇല്ലാതാക്കുക എന്ന് പറയില്ലേ, അതുപോലെ ആ ഒരു രീതിയിലേക്ക്, ആ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലേക്ക് പിന്നെയും പോവാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഒരു ഡിപ്രഷൻ, പിന്നെയും ഒരു ആഡഡ് സ്ട്രെസ്സ് കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. എത്രത്തോളം നമുക്ക് പീസ്ഫുള്ളായിട്ടുള്ള ഒരു കാമായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ്, ഒരു ചിന്താഗതി ഉണ്ടോ ആ രീതിയിൽ ഇരുന്നാൽ നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് എക്സാമിനേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസത്തെ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ ഒരുപാട് പേര് ചെയ്യാറുള്ള ഒരു നല്ല കാര്യം, കൂടുതൽ നമ്മളൊരു പരീക്ഷ എന്ന് പറയുമ്പോൾ അത് 10th ആയാലും 12th ആയാലും ഏത് ഗ്രേഡിലെ പരീക്ഷ ആയാലും അതിനൊരു ടൈമുണ്ടല്ലേ. അപ്പോൾ ഒരു ടൈം മാനേജ്മെൻറ്റ്, പലരും പറയാറുണ്ട്, മാം എനിക്ക് അറിയാമായിരുന്നു, എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ അറിയാമായിരുന്നു, പക്ഷേ എനിക്കത് ഫുള്ളും എഴുതാനുള്ള സമയമുണ്ടായില്ല. ടൈം മാനേജ്മെൻറ്റ് ഒരു വലിയ ഫാക്ടറാണ് എക്സാമിനേഷൻ ഡീൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫേസ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ ചെയ്യാൻ ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ, പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലെങ്കിൽ പഴയ നിങ്ങൾ തന്നെ അറ്റൻഡ് ചെയ്ത മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അങ്ങനെ ഒരുപാട്
ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യുക. അത് വെറുതെ ഓക്കെ ഈ ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇങ്ങനെ എന്ന് പറഞ്ഞ് റിവൈസ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കാതെ ഒരിക്കൽ എഴുതുക. എല്ലാ എക്സാമും എനിക്ക് തോന്നുന്നു എല്ലാ എക്സാമും 1-2 പ്രാവശ്യം ഫുള്ളായിട്ട് ഒന്ന് എഴുതി നോക്കുക. എല്ലാ സബ്ജക്റ്റിൻ്റെയും ഒരു 2-3 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സമയം കിട്ടുന്നത് പോലെ, നിങ്ങൾക്ക് എങ്ങനെയാണോ സമയം അതുപോലെ ഓരോ ക്വസ്റ്റ്യനും ഒരു ഡെസിഗ്നേറ്റഡ് ടൈം വെച്ചിട്ട് എഴുതുക. ഓരോ സബ്ജക്റ്റും ഇപ്പോൾ 2 മണിക്കൂറിൻ്റെ പരീക്ഷയാണെങ്കിൽ 2 മണിക്കൂറിൽ ഞാൻ എന്നെ കൊണ്ട് എങ്ങനെ എഴുതി ഫലിപ്പിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ഇവാലുവേഷൻ എനിക്ക് അവിടെ കിട്ടുകയാണ്. അപ്പോൾ ആ ഇവാലുവേഷൻ കൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത്, അപ്പോൾ ഞാൻ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് ഞാൻ കുറച്ചും കൂടി സമയം എടുക്കണമായിരുന്നു എന്നെനിക്ക് തോന്നുമ്പോൾ ഞാൻ അതിന് മുന്നേ എഴുതിയ 2 മാർക്കിന് അത്രയും സമയം വേണ്ട, കുറച്ചും കൂടി കട്ട് ചെയ്ത് ഇപ്പുറത്തേക്ക് കൊടുക്കാം, അലോട്ട് ചെയ്യാം എന്നുള്ള ഒരു റിയലൈസേഷൻ പോയിന്റ് കിട്ടും നമുക്ക്. അപ്പോൾ അത് അങ്ങനെ എഴുതി ശീലിക്കുമ്പോഴത്തേനുമാണ് നമുക്ക് കുറച്ചും കൂടി പരീക്ഷ എന്ന് പറയുന്ന ആ ഒരു ഫ്രെയിമിലേക്ക് നമുക്ക് മനസ്സിലാവുക, ഓക്കെ ഇതാണ്, ഈ ഒരു രീതിയിലായിരിക്കും പരീക്ഷ വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കണം ഞാൻ എഴുതി തീർക്കേണ്ടത്. ഞാൻ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം, എപ്പോൾ എവിടെ എൻഡ് ചെയ്യണം, ഓരോ ക്വസ്റ്റ്യനും ഒരു ആവറേജ് ടൈം എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നമുക്ക് എഴുതി നോക്കാതെ നമുക്ക് അറിയില്ല. നമുക്ക് പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ നമ്മൾ ആദ്യമായിട്ട് എഴുതുന്നത് SSLC പരീക്ഷയാണ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് സ്കൂളുകൾ മോഡൽ എക്സാം വെക്കുന്നത്. അത് ഒരു SSLC പരീക്ഷയ്ക്ക് മുന്നേ ഉള്ള SSLC ആയാലും 12th ആയാലും ഒക്കെ മോഡൽ എക്സാം വെക്കുന്നത് അതിനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ കൂടുതലും നമുക്കിപ്പോൾ സ്റ്റഡി ലീവിന് വീട്ടിലിരിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് ഈ പറയുന്ന റിവിഷൻ്റെ ഇടയ്ക്ക് നമ്മൾ വെറുതെ വായിച്ച് ഹൃദിസ്ഥമാക്കാതെ അല്ലെങ്കിൽ അത് പിന്നെയും റിവൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒന്ന് എഴുതി നോക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് തന്നെ നമ്മൾ ആ സമയം ഡെസിഗ്നേറ്റ് ചെയ്ത് അലോട്ട് ചെയ്ത് ആ 2 മണിക്കൂറിൻ്റെ പരീക്ഷ 2 മണിക്കൂറിൽ തന്നെ നിർത്താനും ശ്രമിക്കുക. അതിൽ ഞാൻ എന്തെഴുതിയില്ല, ഇതിൽ നിന്നും എനിക്ക് ഈ കിട്ടുന്ന മാർക്കാണ് എനിക്ക് അവിടെ കിട്ടുന്നത് എന്ന് പറഞ്ഞ് പുതിയ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. അതിനല്ല നമ്മളത് എഴുതി നോക്കുന്നത്. നമ്മൾ എഴുതി നോക്കുന്നത് ആ ടൈം മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് മനസ്സിലാവാനാണ്. ഓക്കെ, ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ട്. സോ ഏതിനൊക്കെ എങ്ങനെയൊക്കെ നമുക്ക് ടൈം ഇടാം, ഏതിനൊക്കെ എങ്ങനെയൊക്കെ ടൈം ഇട്ടാൽ കറക്റ്റാവും എന്നുള്ളത് ഒരു 3-4 പ്രാവശ്യം എഴുതി നോക്കുമ്പോൾ മനസ്സിലാവും. എസ്സേ കാണും, അല്ലെങ്കിൽ മാത്സിൽ കുറച്ച് പ്രോബ്ലംസ് കാണും, വരയ്ക്കാനുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് റെക്കോർഡിൽ നമ്മൾ നല്ല ഭംഗിയായിട്ട് വരയ്ക്കുന്നത് പോലെ ആയിരിക്കില്ല എക്സാം ഹാളിൽ ഇരുന്ന് വരയ്ക്കുന്നത്. അപ്പോൾ ഒരു പെട്ടെന്ന് ചെയ്ത് തീരുമോ, ഞാൻ മറ്റേ ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ല, ഇതൊക്കെ ഈ ചിന്തയൊക്കെ മനസ്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും ആയിരിക്കും നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ അതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസിലൂടെ തന്നെ പോയി നോക്കണം. ഓക്കെ, ഇവിടെയാണ് എൻ്റെ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞാനത് എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം അല്ലേ. അപ്പോൾ അതൊരു നല്ല എക്സസൈസാണ്. അപ്പോൾ അത് പറ്റുന്ന സമയത്ത് അതൊന്ന് ചെയ്തു നോക്കുക. എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം ഏപ്രിലിലേക്ക് പരീക്ഷകൾ മാറ്റിവെച്ചതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ സമയം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ മോഡൽ എക്സാം എഴുതി നോക്കാനുമൊക്കെ സമയം ഒന്ന് മാനേജ് ചെയ്ത് നോക്കാനുമൊക്കെ ഒരുപാട് അത് ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ ചെയ്യേണ്ട കാര്യം, ഈ പറയുന്ന ഈ എക്സാം പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ എക്സാം പ്രിപ്പറേഷനെ പോലെ തന്നെയാണ് എക്സാമിൻ്റെ അന്ന് ഞാൻ ഒരു സബ്ജക്റ്റ് പഠിക്കുന്നു, ഞാൻ ആ സബ്ജക്റ്റ് പഠിച്ചിട്ട് ഞാൻ ആ സബ്ജക്റ്റിൽ വളരെ തറവാണ്. പക്ഷേ ഞാൻ എന്താണ് അന്ന് ആ എക്സാം ഹാളിൽ ആ പേപ്പറിൽ ആ ക്വസ്റ്റ്യൻ ചോദിച്ചതിൽ ആ പേപ്പറിൽ ഞാൻ എഴുതണം. ആ ക്വസ്റ്റ്യന് എൻ്റെ ആൻസർ കണ്ടിട്ടേ അവർക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇവാലുവേറ്റ് ചെയ്യുന്നത് നിങ്ങളെ അറിയുന്ന ആളല്ല, നിങ്ങളുടെ റോൾ നമ്പർ മാത്രമേ അറിയൂ പേപ്പറിൽ ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ
പേരോ ഇന്ന സ്കൂളാണെന്നോ ഇന്ന ഡിസ്ട്രിക്റ്റ് ആണെന്നോ ഒന്നും അറിയില്ല. വേറെ ആരോ സെയിം ഡിസ്ട്രിക്റ്റിലെ ആൾക്കാർ തന്നെ ആയിരിക്കണം എന്നേ ഇല്ല. അപ്പോൾ ഈ ഇവാലുവേറ്ററിന് മുന്നിലുള്ളത് പഠിക്കുന്ന കുട്ടിയാണോ പഠിക്കാത്ത കുട്ടിയാണോ വളരെ ആവറേജ് ആയിട്ടുള്ള കുട്ടിയാണോ ഇതൊന്നും അവർക്കറിയില്ല. അവരുടെ കയ്യിൽ ഓരോ ക്വസ്റ്റ്യനും ഉള്ള ഓരോ വാല്യൂ പോയിൻറ്റ്സ് ഉണ്ട്. ആ വാല്യൂ പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അവർ എൻഡ് ഓഫ് ദി ഡേ നോക്കുന്നത്. അവരുടെ മുന്നിലിരിക്കുന്ന പേപ്പേഴ്സിൽ അതുണ്ടോ ഇല്ലയോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ പരീക്ഷാ ഹാളിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനു മുന്നേ പരീക്ഷാ ഹാളിലേക്ക് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പരീക്ഷാ ഹാളിലേക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത് ഈ മോഡൽ എക്സാമും പഠിക്കുന്നതും റിവൈസ് ചെയ്യുന്നതും ഒക്കെ പോലെ തന്നെയാണ് ഈ പരീക്ഷ ദിവസത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുണ്ട്. നമുക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ എല്ലാം കൃത്യമായി എടുത്തു വയ്ക്കുക. നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള എന്താണോ പേന പെൻസിലുകൾ എക്സ്ട്രാ കരുതുക. നമ്മൾ അതുപോലെ ഒരു കാര്യം അതിൻ്റെ ഇടയ്ക്ക് പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ മോഡൽ എക്സാം എഴുതുമ്പോൾ നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന നമ്മൾ ഫൈനൽ പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്ന പേനയൊക്കെ വെച്ച് എഴുതി കഴിഞ്ഞാൽ അതിന് ഇത്രത്തോളം അതിന് ഇങ്ക് കാര്യങ്ങൾ ഒക്കെ എല്ലാം മനസ്സിലാവും. ആ ടൈം മാനേജ്മെൻറ്റിൻ്റെ കൂടെ അതും കൂടി ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് പോകാനുള്ള ഒരു തയ്യാറെടുപ്പ് എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് എന്താണോ ആവശ്യമുള്ളത് പരീക്ഷയുടെ സ്വഭാവം അനുസരിച്ച് പേന പെൻസിലുകൾ എക്സ്ട്രാ കരുതുക, സ്കെയിലുകൾ, പ്രൊട്രാക്ടർ, അങ്ങനത്തെ മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ടേബിൾസ് കൊണ്ടുപോകുന്ന എക്സാംസ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ അത് ചെയ്യുക. അങ്ങനെ ചെയ്യുക. ഹാൾ ടിക്കറ്റ് നിർബന്ധമായും എടുക്കുക. കാരണം 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അത് ഒരു പ്രാവശ്യം അവർ എക്സ്പീരിയൻസ് ചെയ്തതാണ്. 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷേ 10ാം ക്ലാസ് എന്ന് പറയുന്ന ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ 9ാം ക്ലാസ് വരയ്ക്കും ഹാൾ ടിക്കറ്റോ റോൾ നമ്പറോ ഒന്നും ഉണ്ടാവില്ല. അവർക്ക് പുതിയതാണിത്. അപ്പോൾ പേരൻസ് കൂടി ഒന്ന് അതിൽ മുൻകൈ എടുത്താൽ നന്നായിരിക്കും. ഹാൾ ടിക്കറ്റ് മറന്നു പോകുന്ന കേസുകൾ കുറച്ച് കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത് അനാവശ്യമായ ഒരു ടെൻഷന് അത് ബാധിക്കും. അത് ആവശ്യമില്ല. നമുക്കത് ഒഴിവാക്കാൻ പറ്റും എന്തായാലും. അപ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് ഓർത്ത് വെച്ചാൽ. അപ്പോൾ അത് കാരണം നമ്മുടെ എൻഡ് ഓഫ് ദി ഡേ ആ ഒരു ദിവസത്തെ പെർഫോമൻസ് ആണ്. നമ്മൾ അത്രയും ദിവസം പഠിച്ചതും അത്രയും ദിവസത്തെ ഹാർഡ് വർക്കും എഫേർട്ടും ഒക്കെ ആ ഒരു ദിവസം നമുക്കത് അവിടെ ഫലിപ്പിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് വളരെ കഷ്ടമായൊരു കാര്യമാണ്. അപ്പോൾ ഹാൾ ടിക്കറ്റിൻ്റെ കാര്യം മനസ്സിൽ വയ്ക്കുക. പിന്നെ എത്രത്തോളം കറക്റ്റായിട്ട് അവൈലബിൾ ആവാൻ പറ്റുമോ കുറച്ചും കൂടി നേരത്തെ ഒരു 10-15 മിനിറ്റ് മുന്നിലേക്ക് വെച്ച് ചിന്തിച്ച് അതിന് പരീക്ഷാ ദിവസം റെഡി ആവുക. കറക്റ്റ് സമയത്ത് പോയി നിന്ന് അയ്യോ പരീക്ഷ തുടങ്ങി കാണുമോ, എനിക്ക് സമയം ഉണ്ടാവുമോ, വേറെ ക്ലാസ് ആയിരിക്കാം ചിലപ്പോൾ. നമ്മൾ ഓരോരോ റോൾ നമ്പർ വെച്ചിട്ട് ക്ലാസ്സുകൾ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് തിരഞ്ഞു പിടിക്കാൻ സമയമുണ്ടോ, ഇതിനൊക്കെ നമുക്ക് അനാവശ്യമായ കുറേ കാര്യങ്ങൾ നമുക്ക് കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ അത് മാറ്റാവുന്നതേ ഉള്ളൂ, ഈ പറയുന്ന ടെൻഷൻസൊക്കെ. പിന്നെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, നമ്മുടെ എക്സാം പ്രിപ്പറേഷൻ പോലെ തന്നെ പ്രസൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ആൻസർ ഷീറ്റ് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു വിധം ഉണ്ട്. നമ്മൾ ഒരുപാട് ടീച്ചേഴ്സ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ടീച്ചേഴ്സായിട്ട് ഉള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഫ്രണ്ട് പേജൊക്കെ വളരെ നന്നായിരിക്കും, പക്ഷേ അകത്തേക്ക് നോക്കുമ്പോൾ കുത്തി വരച്ച് വരയും കുറിയും ഒന്നും മനസ്സിലാവില്ല. അവർക്ക് വളരെ നമുക്കിപ്പോൾ ഒരാളെ കാണുമ്പോഴത്തേനും ഉള്ള ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഇല്ലേ, ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ പോലെ തന്നെയാണ് ആ ഒരു ആൻസർ ഷീറ്റ് കാണുമ്പോൾ ഒരു ഇവാലുവേറ്ററിനും ഉണ്ടാവേണ്ടത്. അപ്പോൾ ആ ഇവാലുവേറ്റർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ അറിയില്ല, നിങ്ങൾ എത്ര പഠിക്കും,
എത്ര നന്നായി ആൻസേഴ്സ് എഴുതും, എത്ര ലോജിക്കലായിട്ട് ആലോചിക്കും ഒന്നും അറിയില്ല. അപ്പോൾ അവരുടെ മുന്നിലുള്ളത് ആ ഒരു ആൻസർ ഷീറ്റാണ്. അത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന രീതി വെച്ച് അവർക്ക് നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യാനും പറ്റൂ. കാരണം അവർക്ക് ഓരോ നിങ്ങളുടെ പരീക്ഷാ പേപ്പറിൻ്റെ ഫ്രണ്ട് പേജ് നോക്കിയാൽ അറിയാം, ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് നൽകാനുള്ള കോളം ഇതൊക്കെ ഉണ്ട്, പ്രീ ഡിസൈൻഡ് ആണ് അതിൽ. അപ്പോൾ അതിലവർക്ക് ഒരു കള്ളവും കാണിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ ഒരു കുട്ടിയെ ജയിപ്പിക്കാമെന്നോ ഒരു കുട്ടിയെ തോൽപ്പിക്കാമെന്നോ ഒന്നും അവർക്ക് ഒരു ദാക്ഷിണ്യവും അവർക്ക് കാണിക്കാൻ പറ്റില്ല. കാരണം അത് അവരെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത് ഇറ്റ് മാറ്റേഴ്സ് ദ മോസ്റ്റ്. അപ്പോൾ ഈ പറയുന്ന എഴുത്തിൻ്റെ ശൈലികൾ, ഒരു ലൈൻ സ്പേസിങ് ആവട്ടെ, ഒരു വേർഡ് സ്പേസിങ് ആവട്ടെ, നമ്മൾ യൂഷ്വലായിട്ട് ഇപ്പോൾ മോഡൽ എക്സാമിന് നിങ്ങളൊരു ക്വസ്റ്റ്യൻ എൻ്റെ ആൻസർ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു രീതിയിൽ തന്നെ ആയിരിക്കണം എന്നില്ല അവിടെ ഫൈനൽ എക്സാമിന് എഴുതുന്നത്. ആ ഒരു ആഡഡ് ടെൻഷനുണ്ട്. അപ്പോൾ കുറച്ചും കൂടി കുളമാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ കുറച്ചും കൂടി കോൺഷ്യസ് ആയിട്ട് നമ്മൾ അതിലേക്ക് പ്രസൻറ്റബിളായിട്ട് ഒന്ന് എഴുതാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ നന്നായിരിക്കും. അവർക്ക് ഇവാലുവേഷനും നന്നായിരിക്കും. അവരൊരിക്കലും ഈ പറയുന്ന ടീച്ചേഴ്സ് ആരും അവരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളൊരിക്കലും ഞങ്ങളുടെ മുന്നിൽ വരുന്ന ഒരു കുട്ടികളെ തോൽപ്പിച്ചേക്കാം എന്നുള്ള മനോഭാവത്തിൽ വരുന്ന ആൾക്കാർ വളരെ റെയറാണ്. അങ്ങനെ ഉള്ള ആൾക്കാരില്ല എന്ന് തന്നെ പറയാം. എന്തെങ്കിലുമൊക്കെ ഒരു വാല്യൂ ആഡഡ് പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അവർ മാർക്ക് നൽകാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എഴുതുന്ന ആൻസേഴ്സിൻ്റെ ക്വാളിറ്റി, അത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന രീതി, വേർഡ് സ്പേസിങ്, ലൈൻസ് എനിക്ക് തോന്നുന്നു ഇപ്പോഴൊക്കെ ലൈൻസ് ഇട്ട പേപ്പേഴ്സാണ് വരുന്നത്. അപ്പോൾ മാർജിൻസ് ഓൾറെഡി ഉണ്ടാവും. എന്നാലും ഒരു വ്യക്തമായ ചിലപ്പോൾ അവർക്ക് ഇത് ഇവാലുവേറ്റ് ചെയ്യുമ്പോഴത്തേനും മാർക്ക് ഇടാനുള്ള ഒരു സ്പേസ് നമുക്ക് വേണമെങ്കിൽ അലോക്കേറ്റ് ചെയ്യാം. കാരണം ഇറ്റ് ലുക്സ് ഗുഡ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് ഒരിക്കലും ഒരു 4 പേപ്പറിൽ എഴുതി തീർക്കണം എന്ന് യാതൊരു കണ്ടീഷനുമില്ല. ഇഷ്ടം പോലെ പേപ്പേഴ്സ് കൊണ്ടാണ് ഒരു ഇൻവിജിലേറ്റർ നിങ്ങളുടെ ക്ലാസ്സിലേക്ക് വരുന്നത്. അപ്പോൾ എത്ര പേപ്പേഴ്സ് വേണമെങ്കിൽ ഒരു കുട്ടിക്ക് എടുക്കാം, അൺലിമിറ്റഡ് ആണ്. അപ്പോൾ എക്സ്ട്രാ പേപ്പേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. അവർ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ അവർ തരാനും റെഡിയാണ്. അപ്പോൾ അത് ആലോചിക്കുക. അപ്പോൾ ആൻസറിങ്ങിൻ്റെ ഒരു മാനർ ഒക്കെ അവർക്ക് ലെജിബിളുമായിട്ടും അവർക്ക് കുറച്ചും കൂടി മനസ്സിലാവുന്ന രീതിയിലും ഒക്കെ ഒന്ന് എഴുതി ഫലിപ്പിക്കാൻ ഉള്ള എൻ്റെ മനസ്സിലുള്ള ഐഡിയ, ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എൻ്റെ മനസ്സിലുള്ള ഐഡിയ നിങ്ങൾക്ക് കൺവേ ചെയ്യുന്ന രീതിയല്ലേ. അപ്പോൾ അവിടെ പേപ്പറിൽ എഴുതുന്നതാണ്. ആ കമ്മ്യൂണിക്കേഷൻ അത് എത്രത്തോളം ലെജിബിൾ ആണോ അത്രത്തോളം അവരത് റിസീവ് ചെയ്യുന്നുണ്ട് ആ ഐഡിയ. അപ്പോൾ ആ ഐഡിയ റിസീവ് ചെയ്ത് അവരവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ ഓരോ അതിൻ്റെ ടോട്ടൽ സ്കോറും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ എത്രത്തോളം നമുക്ക് അത് അവർക്ക് ഈസിയാക്കി കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മുടെ ടോട്ടൽ സ്കോറ് അതിനെ ബാധിച്ചിരിക്കും. അപ്പോൾ അതൊക്കെ നോക്കുക. പിന്നെ കണ്ടിട്ടുള്ള ഒരു വലിയൊരു ഇത് ഹാൾ ടിക്കറ്റ്, നമ്മുടെ റോൾ നമ്പർ എല്ലാം എനിക്ക് ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു നമുക്ക് അറിയുന്ന നമ്പറാണെന്ന് വെച്ചിട്ട് അങ്ങ് എഴുതി വയ്ക്കും. ചിലപ്പോൾ റോൾ നമ്പർ തെറ്റിയിട്ടുള്ള പേപ്പേഴ്സ് ഉണ്ട്. അവർക്കത് നോക്കാനുള്ള മാർഗങ്ങൾ ഉണ്ടാവാം. പക്ഷേ നമുക്കറിയാവുന്ന നമ്പറാണെങ്കിലും നമുക്കിപ്പോൾ ഇപ്പോൾ ഈ 10ലും 12ലുമൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് മൊബൈലും കാര്യങ്ങളുമൊക്കെ അന്യമല്ല. അപ്പോൾ അവർക്ക് പല ഫോൺ നമ്പേഴ്സും ഒക്കെ ഓർമ്മയുണ്ടാവും. അപ്പോൾ ഇതും അതുമായിട്ടൊക്കെ മിക്സ് ആവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എത്ര കാണാതെ അറിയാമെങ്കിലും നമ്മളൊന്ന് ഡബിൾ ചെക്ക് ചെയ്യുക. ഹാൾ ടിക്കറ്റിലെ നമ്പറും ഞാനിതിൽ എഴുതിയിരിക്കുന്ന നമ്പറും ഒന്നാണ് എന്നുള്ള കാര്യം ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ
ചില ആൻസർ പേപ്പറുകളിൽ ചില ടീച്ചേഴ്സ് പറയാറുണ്ട്, ചില ആൻസർ പേപ്പറുകളിൽ അവസാനം നോക്കുമ്പോഴത്തേനും ആയിരിക്കും അത് എഴുതിയിട്ടുണ്ടാവുക, അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്ന്. അവർക്ക് അവർ പിന്നെയും അവർക്ക് ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് ടൈം കഴിഞ്ഞിട്ട് അവർക്ക് അത് നോക്കാനുള്ള സമയവും ഇല്ല. നിങ്ങളുടെ പേപ്പർ മാത്രമല്ല ഒരു ഇവാലുവേറ്റർ നോക്കുക. അപ്പോൾ അത് ഒരു ലിമിറ്റഡ് ടൈമിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് അവർക്ക് കൂടുതൽ ആയാസം കൊടുക്കാതെ നമുക്ക് എങ്ങനെ അത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ നന്നായി പ്രസൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ എൻ്റെ പേഴ്സണലായ ഒരു കാര്യം ഞാൻ പറയാം. ഈ എഴുതി ഒരു പാരഗ്രാഫ്, ഒരു ആൻസർ എഴുതി വരുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അയ്യോ ഈ ഒരു പോയിന്റ് ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ സൈഡിൽ, എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു, ഞാനത് സൈഡിൽ ഈ മാർജിൻ്റെ ഇപ്പുറത്തേക്ക് ഒരു ആരോ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇപ്പുറത്തുനിന്ന് എഴുതും. അപ്പോൾ 10th എൻ്റെ ടീച്ചർ ഹിന്ദി പഠിപ്പിച്ചിരുന്ന റീന എന്ന് പറഞ്ഞിട്ടൊരു ടീച്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ റീന ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു, ഗായത്രി എനിക്ക് നിൻ്റെ പേപ്പർ കണ്ടാൽ മനസ്സിലാവും, ഞാൻ നിൻ്റെ ഹിന്ദി ക്ലാസ്സിൽ നിൻ്റെ ആൻസേഴ്സും അല്ലെങ്കിൽ നിൻ്റെ ഒരു അക്കാഡമിക്സ് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ ഇത് നീ ഒരു ഫൈനൽ എക്സാമിന് ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് നിൻ്റെ പേപ്പർ പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിൻ്റെ ഇവാലുവേറ്ററിന് അത് മനസ്സിലാവില്ല. അവർ ഈ പറയുന്ന പോലെ അവർക്കത് കാണുമ്പോൾ ഒരു അരോചകമായൊരു കാര്യമാണ്. ഇവിടെ നിന്നൊരു ആരോ അവിടെ നിന്നൊരു ആരോ, ഏത് ആൻസർ എങ്ങനെ കണക്ട് ചെയ്ത് നോക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ട അത് അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം അത് മുന്നിലിരിക്കുന്ന പേപ്പർ ഗായത്രിയുടേതാണോ അശ്വതിയുടേതാണോ അല്ലെങ്കിൽ ജയലക്ഷ്മിയുടേതാണോ എന്ന് അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. അവർക്ക് ഏതോ ഒരു കുട്ടിയുടെ പേപ്പറാണ്, അതിൽ ഈ പറയുന്ന എൻ്റെ കയ്യിലുള്ള ഈ വാല്യൂ ആഡഡ് പോയിന്റ്സ് ഉണ്ടോ അത്ര മാത്രമേ നോട്ടം ഉണ്ടാവാൻ പറ്റുള്ളൂ. കാരണം അവരുടെ മുന്നിൽ ഒരുപാട് പേപ്പേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഗായത്രിയുടെ പേപ്പർ പോലെ തന്നെ ഒരുപാട് പേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ടീച്ചർ അന്നത് ഒരു എക്സാമിന് അങ്ങനെ പറഞ്ഞു തന്നതിന് ശേഷം ഞാനത് എഴുതാതിരിക്കാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. അത് പ്രസൻറ്റേഷനിൽ അത് ബാധിക്കും എന്നുള്ളത് ടീച്ചർ അത് വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞതിന് ശേഷം. അപ്പോൾ അതൊരു വലിയ, അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ ഒരു പ്രസൻറ്റേഷൻ നമ്മൾ എഴുതി വന്നിട്ട് പിന്നെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട്, അതിൻ്റെ ഇടയ്ക്കൊരു പോയിന്റ് വേണമെന്നുണ്ടെങ്കിൽ മാക്സിമം കട്ട് ചെയ്യാതിരിക്കാൻ നോക്കുക. അങ്ങനെ കട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സ്ട്രൈക്ക് ഔട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെറുതായി ഒരു വരയിട്ട് ഒന്ന് സ്ട്രൈക്ക് ഔട്ട് ചെയ്തിട്ട് എഴുതുക. അല്ലാതെ അത് കൂടുതൽ അതിനെ ഒരു പേജിനെ ഒരു അലങ്കോലപ്പെടുത്താതെ ഒന്ന് സൂക്ഷിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതാണ് നമ്മുടെ ഒരു വാട്സാപ്പിലൊക്കെ DP എന്ന് പറയില്ലേ, പ്രൊഫൈൽ പിക്ചർ, ഡിസ്പ്ലേ പിക്ചർ, അതാണ് നമ്മളെ ഡിഫൈൻ ചെയ്യുന്ന പിക്ചർ അതിൽ. അപ്പോൾ അതുപോലെയാണ് നമ്മളെ ഡിഫൈൻ ചെയ്യുന്ന, നമ്മൾ ആ സബ്ജക്റ്റിന് എഴുതിയ ആ പേപ്പറാണ് നമ്മളെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു വർഷം പഠിച്ചത് ഇതാണ്, അതിൻ്റെ ഒരു ഇവാലുവേഷൻ പോലെയാണ്. അപ്പോൾ അത് എത്രത്തോളം മനോഹരമാക്കി വെക്കാൻ പറ്റുമോ അത്രത്തോളം മനോഹരമാക്കി വെക്കുക. പിന്നെ കഴിവതും അറിയാവുന്ന ആൻസേഴ്സ് ആദ്യം എഴുതുക. അതിനോടൊപ്പം തന്നെ ആലോചിക്കേണ്ട ഒരു കാര്യം, ആദ്യം എനിക്കറിയാവുന്നത് 25ാമത്തെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ആദ്യം 25ാമത്തെ ക്വസ്റ്റ്യൻ എഴുതി, പിന്നെ 2ാമത്തെ ക്വസ്റ്റ്യൻ എഴുതി, പിന്നെ 4ാമത്തെ ക്വസ്റ്റ്യൻ എഴുതി, പിന്നെ ഒരു 15ാമത്തെ ക്വസ്റ്റ്യൻ എഴുതി. അതൊരു മിസ് ഓർഡർ ആയിട്ട് അങ്ങനെ ഒരു മാക്സിമം എഴുത്തിൽ ഓർഡർ കീപ്പ് ചെയ്യാൻ നോക്കുക. കുറച്ചൊക്കെ ഒരു ഓർഡർ കീപ്പ് ചെയ്യാൻ നോക്കുക. കാരണം അത് അവർക്കും ഒരു ടാക്സിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവർക്ക് ആദ്യമേ മറ്റേതെടുത്ത് എല്ലാത്തിൻ്റെയും ആൻസേഴ്സ് അവർക്ക് അറിയാം, അവർക്ക് പ്രൊവൈഡഡ് ആണ്. എന്നാൽ കൂടിയും ഒരു മിനിമം ഒരു ഓർഡർ കീപ്പ് ചെയ്യാൻ നോക്കുക. വലിയ വ്യത്യാസമില്ലാതെ ഒരു ഓർഡർ കീപ്പ് ചെയ്യാൻ നോക്കുക. പിന്നെ കഴിവതും എല്ലാ ക്വസ്റ്റ്യനും ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ചില ഹയർ സെക്കൻഡറിയിലൊക്കെ പോകുമ്പോഴത്തേനും ഇപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻ ഉള്ളതിൽ 7 ക്വസ്റ്റ്യൻ എഴുതുക. ഏതെങ്കിലും 7 ക്വസ്റ്റ്യൻ എഴുതാം, 10ൽ 5 എണ്ണം എഴുതാം, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ആദ്യം ഈ പറഞ്ഞ
ഒരു റിക്വയർമെൻറ്റ് ആദ്യം മീറ്റ് ചെയ്യുക. ആ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ളത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ സമയമുള്ള പോലെ ബാക്കിയും കൂടി ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഈ നേരത്തെ അറ്റംപ്റ്റ് ചെയ്ത ഈ 7 ഒരു 2 സംശയമുണ്ട് എന്നാലും ഞാൻ എഴുതി എന്ന് പറയുമ്പോൾ ഈ 2 തെറ്റാണെങ്കിലും ഈ ബാക്കിയുള്ള അറ്റംപ്റ്റ് ചെയ്തതിൽ ചിലപ്പോൾ 2 ശരിയാണെങ്കിലോ. അപ്പോൾ അത് സമയമുള്ളതുപോലെ അത് അതിന് വേണ്ടിയിട്ട് നിങ്ങളെ പുഷ് ചെയ്യാതിരിക്കുക. അത് സമയമുള്ള പോലെ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ചെയ്യുക. പിന്നെ ഈ പറയുന്ന പോലെ സമയത്തിനെ പറ്റിയിട്ടൊരു ബോധ്യമുണ്ടാവണം. ആ ഹാളിലിരിക്കുമ്പോൾ മേ ബി ഒരു വാച്ചോ എന്തെങ്കിലും ഒരെണ്ണം കയ്യിൽ വെക്കണം. ഒരു വാച്ച് ഉണ്ടെങ്കിൽ കയ്യിൽ കിട്ടുന്നത് നന്നായിരിക്കും. കാരണം ഒരു ചെറിയൊരു ബോധമുണ്ടാവും. എനിക്ക് തോന്നുന്നു ഇപ്പം എങ്ങനെയാണെന്ന് അറിയില്ല, മുന്നേ ഒക്കെ ഫസ്റ്റ് ബെല്ല് സെക്കൻഡ് ബെല്ല് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ ആയിരിക്കാം. അപ്പോൾ വാച്ച് ഇല്ലയെന്നുണ്ടെങ്കിൽ അതിൽ വിഷമിക്കേണ്ട. അതിനിപ്പോൾ പുതിയതായിട്ട് ഒന്നും ചെയ്യേണ്ട. അല്ലെങ്കിൽ വാച്ച് കെട്ടി ശീലമില്ലാത്ത ആൾക്കാരാണെങ്കിൽ പുതിയത് വേണ്ട, പുതിയത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിനി ഒരു ആഡഡ് ഒരു ബുദ്ധിമുട്ടായി അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കി അയ്യോ സമയമായി എന്ന് പറഞ്ഞ് നോക്കണ്ട. അങ്ങനെ ശീലമില്ലാത്തവരാണെങ്കിൽ വിട്ടേക്കും അത്. അപ്പോൾ പിന്നെ വന്നിട്ട് എന്താ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 2 മണിക്കൂർ പരീക്ഷയാണെങ്കിൽ 2 മണിക്കൂറും ഞാൻ എഴുതും എന്ന് വിചാരിച്ചിരിക്കരുത്. ഒരു 5-10 മിനിറ്റ് മുന്നേ ഒരു ബഫർ ടൈം കൊടുക്കുക. ആ ഒരു സമയത്ത് അവർ പെൻ താഴെ വയ്ക്കൂ എന്ന് പറയുന്നതിന് മുന്നേ നമ്മളൊന്ന് എഴുതി തീർക്കണം. നമ്മൾ എഴുതി തീർത്തിട്ട് നമുക്ക് കുറച്ച് സമയം വേണം. ഇത് നമ്മൾ എഴുതി വയ്ക്കുന്ന പേപ്പേഴ്സ് പല എക്സ്ട്രാ പേപ്പേഴ്സ് കാണും. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർഡറിലാക്കി വെച്ചിട്ട് ഇതൊന്ന് കെട്ടി വെക്കണം. പിന്നെ നമ്മൾ എല്ലാം അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഒന്നും കൂടി ഒന്ന് ഓടിച്ച് നോക്കണം. ഇതിനൊക്കെയുള്ളൊരു ബഫർ ടൈം വേണം. അതൊക്കെയാണ് ഈ 5-10 ലാസ്റ്റ് 5-10 മിനിറ്റിൽ നടക്കേണ്ടത്. അപ്പോൾ ആ ഒരു സമയം നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും അതൊരു ബുദ്ധിമുട്ടാണ്. നമ്മൾ 2 മണിക്കൂറിൻ്റെ പരീക്ഷ 2 മണിക്കൂർ അവർ ലാസ്റ്റ് ബെല്ലടിക്കുന്ന വരയ്ക്കും അല്ലെങ്കിൽ പെൻ താഴെ വയ്ക്കുമെന്ന് പറയുന്ന വരയ്ക്കും എഴുതുന്നത് കണ്ടു നിൽക്കുന്ന ഒരു ഇൻവിജിലേറ്ററിനും അത് ഇഷ്ടമല്ല. അവർക്ക് എല്ലാം കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ കാണാൻ തന്നെയാണ് ഇഷ്ടം. അപ്പോൾ അവർക്കും അതാണ് എളുപ്പം. അവർക്ക് റിമൈൻഡേഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നതിനേക്കാളും നല്ലത് അവർക്ക് കറക്റ്റായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പേപ്പേഴ്സ് വെച്ചിട്ട് ഇരിക്കുന്ന ആൾക്കാരെ കാണാനാണ്. അപ്പോൾ അങ്ങനെ നമുക്കും അതാണ് എളുപ്പമായിരിക്കുക. നമുക്ക് എല്ലാം അറ്റംപ്റ്റ് ആയിട്ടുണ്ടോ, ഹാൾ ടിക്കറ്റിലെ നമ്പർ ശരിയാണോ എഴുതിയിരിക്കുന്നത്, ഇല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റണോ, നമ്പേഴ്സ് ഏതെങ്കിലും തെറ്റിച്ച് എഴുതിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എല്ലാ ക്വസ്റ്റനും അറ്റംപ്റ്റ് ചെയ്തോ, പിന്നെ വച്ച എക്സ്ട്രാ ഷീറ്റ്സൊക്കെ ഓർഡറിലാണോ എന്നൊക്കെ നോക്കി നമുക്കൊരു ബ്രീത്തിങ് സ്പേസ് വേണം. ഇത് എഴുതി തീർന്ന് അടുത്ത സെക്കൻഡ് കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് ഒരു വിശ്വാസമില്ല. അയ്യോ എന്തോ ഒന്ന് സംഭവിച്ചു, 2 മണിക്കൂർ എന്തോ ഒന്ന് ഞാൻ ചെയ്തു എന്നുള്ള ഒരു രീതിയിലായി പോകും. അതൊരു ബ്രീതർ വേണം. ആ ഒരു ബ്രീതർ സ്പേസാണ്, ഒരു ബ്രീതിങ് സ്പേസാണ് ഈ പറയുന്ന ബഫർ ടൈമായ ഒരു 5-10 മിനിറ്റ്. 5-10 മിനിറ്റ് മതിയാവും. അപ്പം അത് ചെയ്യാൻ നോക്കുക. പിന്നെ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പലപ്പോഴും നിങ്ങളുടെ ടീച്ചേഴ്സും പേരൻസും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻസ് ശരിക്കും ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയിട്ട് കറക്റ്റായിട്ട് എഴുതാൻ ശ്രമിക്കുക. പിന്നെ കൂടുതലും എൻ്റെ ഒരു പേഴ്സണൽ ഒരു സജഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, കൂടുതൽ പരീക്ഷ കഴിഞ്ഞിട്ട് കൂടുതൽ ചർച്ചകളിൽ പങ്കെടുക്കാതിരിക്കുക. അത് പിന്നെയും ഒരു പ്രശ്നമാണ്, ആഡഡ് പ്രഷറാണ്. അയ്യോ ഞാൻ അത് അറ്റംപ്റ്റ് ചെയ്തില്ലല്ലോ, അല്ലെങ്കിൽ ഇതാണോ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞ് നമുക്ക് നമ്മുടെ അടുത്ത വരുന്ന പരീക്ഷയോ അല്ലെങ്കിൽ കുറച്ചൊരു സമാധാനത്തിനെയോ ഒക്കെ അത് ബുദ്ധിമുട്ടാക്കും. ചിലപ്പോൾ ഈ പറയുന്ന ആൾക്കാർ പറയുന്ന ആ ഒരു ആൻസർ ആയിരിക്കില്ല ശരിക്കുള്ള ആൻസർ. അപ്പോൾ നമുക്ക് ആകെ പ്രശ്നമാണ്. അയ്യോ ഇന്നലത്തെ പരീക്ഷ പോയി, അപ്പോൾ ഇന്നെങ്ങനെ ഞാൻ പരീക്ഷ എഴുതും എന്നുള്ള മൈൻഡ് സെറ്റിലായിരിക്കും ഞാൻ ഇന്ന് പരീക്ഷ എഴുതാൻ വരുന്നത്. ഒരിക്കലും ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് പോകാൻ പാടില്ല.
നമ്മൾ ഇന്ന് പരീക്ഷ നന്നായില്ല എന്ന് വിചാരിച്ച് നാളത്തെ പരീക്ഷ നമ്മൾ വളരെ മനോഹരമായിട്ട് ചിലപ്പോൾ എഴുതുമായിരിക്കും. അപ്പോൾ അങ്ങനെ തന്നെ വിചാരിച്ചു പോവുക. നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക, നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ ഡ്യൂട്ടി കറക്റ്റായിട്ട് സെർവ് ചെയ്യുക. പിന്നെ പറയേണ്ട കാര്യം, ഒരിക്കലും പരീക്ഷയുടെ തലേദിവസം ഉറക്കം ഇളച്ചിരുന്ന് പഠിച്ച് നമ്മൾ ഇന്ന് എല്ലാം എല്ലാം നമുക്ക് മനഃപ്പാഠമാക്കാം അല്ലെങ്കിൽ ഹൃദിസ്ഥമാക്കാം എന്ന് വിചാരിക്കരുത്. കാരണം നമ്മുടെ ബ്രെയിനിന് ഒരു റെസ്റ്റ് ടൈമാണ്, അത് വേണം. അത് പരീക്ഷ ആയാലും ശരി, അതൊരു നോർമൽ ഡേ ആയാലും ശരി, അത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ആ ഒരു ദിവസം നമ്മുടെ ബ്രെയിനും നമ്മുടെ ബോഡിയും കറക്റ്റായിട്ട് ഫങ്ഷൻ ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ നോർമലായിട്ടുള്ള 9 മണിക്ക് കിടക്കുന്ന ആളാണെങ്കിൽ 9 മണിക്ക് തന്നെ കിടക്കുക, 10 മണിക്ക് കിടക്കുന്ന ആളാണെങ്കിൽ അങ്ങനെ നോർമലായിട്ട് നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അതേ റുട്ടീൻ തന്നെ ഫോളോ ചെയ്ത് ആ പരീക്ഷയുടെ തലേദിവസം ആയതുകൊണ്ട് ഉറക്കം വേണ്ട എന്നില്ല. അല്ലെങ്കിൽ ഭക്ഷണം നമുക്ക് കുറച്ച് ലൈറ്റായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ രാവിലെ കഴിക്കാതിരിക്കാം, എന്നിട്ട് പരീക്ഷ കഴിഞ്ഞിട്ട് വന്നിട്ട് കഴിക്കാം. അതൊന്നും ചെയ്യരുത്. അതൊക്കെ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും, അതിൻ്റേതായ പ്രതികൂലമായ എഫക്ട്സ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ചെയ്യാതിരിക്കുന്നത്, അപ്പോൾ എന്നും ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്, എന്നും രാവിലെ ഭക്ഷണം കഴിക്കുന്ന ഒരാൾ അന്ന് രാവിലെ മാത്രം ഭക്ഷണം ടെൻഷൻ്റെ പുറത്ത് കഴിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഗുഡ്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു മാർക്ക് കൂടുതൽ കിട്ടുമൊന്നുമില്ല. അത് ചിലപ്പോൾ നിങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യാനോ ശ്രമിക്കാതെയാവാം ഇരിക്കുക. അത് എപ്പോഴും ഓർക്കുക. പിന്നെ ഇത്രയൊക്കെ തന്നെയേ ഉള്ളൂ പരീക്ഷയെ പറ്റിയുള്ള ടിപ്സ്. ഇനി പറയാനുള്ള കാര്യം ഒരു വളരെ ജനറലായ ഒരു കാര്യമാണ്. കാരണം എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പേടി, ഒരു മുൻവിധി, അയ്യോ ഇതെങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ചിന്താഗതി അല്ലെങ്കിൽ ഒരു മനസ്ഥിതിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. എല്ലാ പരീക്ഷയും പോലെ ഒരു പരീക്ഷ എന്നുള്ള രീതിയിൽ അതിനെ ഫേസ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലോണം ചെയ്യാൻ പറ്റും. നമ്മൾ അത്രത്തോളം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവാം, ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, അത്രത്തോളം അതിന് വേണ്ടിയിട്ട് എഫേർട്ടും സമയവും ഒക്കെ കൊടുത്തതല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഇവാലുവേഷൻ അത്രയും മാത്രം കണക്കാക്കിയിട്ട് അതിനെ അങ്ങ് ഫേസ് ചെയ്യുക. അത് മറ്റൊരു കാര്യം മനസ്സിൽ വിചാരിക്കുക, നിങ്ങൾക്ക് ഇനി എന്ത് തന്നെ സംഭവിച്ചാലും നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അതുകൊണ്ട് ആ ഒരു പേടി കൊണ്ട് ഞാൻ എങ്ങനെ ഫാമിലിയെ ഫേസ് ചെയ്യും, ഞാൻ എങ്ങനെ എൻ്റെ പേരൻസിനെ ഫേസ് ചെയ്യും, എൻ്റെ സമൂഹത്തിനെ എങ്ങനെ ഫേസ് ചെയ്യും എന്ന് പറഞ്ഞ് അതിൽ ഒരു ബുദ്ധിമുട്ട് കാണേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇപ്പോൾ നമുക്ക് ഒരു വളരെ അൺഫേവറബിളായിട്ടുള്ള ഒരു റിസൾട്ടാണ് പരീക്ഷയിൽ നിന്നും വരുന്നതെങ്കിൽ കൂടി അതിനെയും ഫേസ് ചെയ്യാൻ പഠിക്കുക. അതും ഒരു ലേണിംഗ് ആയിട്ട് എടുത്ത്, ഓക്കെ ഇതാണ് ഞാൻ ഇത്രയും കാലം ചെയ്തതിൻ്റെ എനിക്ക് കിട്ടിയ റിസൾട്ട് എന്നുള്ളത്, ആ ഒരു റിയലൈസേഷൻ പോയിൻ്റ്, ആ ഒരു ലേണിംഗ് ആയിട്ട് എടുത്ത് അടുത്ത സ്റ്റെപ്പിലേക്ക് ഞാൻ എന്ത് ചെയ്യാം എന്ന് ആലോചിക്കുക. അത് തന്നെയാണ് വേണ്ടത്. ആവശ്യമില്ലാത്ത ആശങ്കകൾ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ കൊണ്ട് മനസ്സിനെ ഇങ്ങനെ സ്ട്രെയിൻ ചെയ്യിക്കാതിരിക്കുക. അത് തന്നെ ആണ് നിങ്ങളുടെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി. ഇതൊക്കെ ഒരു ജീവിതത്തിലെ ഒരു വലിയ ചവിട്ടുപടി എന്ന് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, 10ഉം 12ഉം ഒക്കെ. പക്ഷേ ഇതിലും വലിയ ചവിട്ടുപടികൾ ഒരുപാടുണ്ട്. അത് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. ജീവിതത്തിൻ്റെ കോഴ്സ് അങ്ങനെ പോകുമ്പോഴത്തേനും മനസ്സിലാവും. അപ്പോൾ ഒരു റിയലൈസേഷൻ പോയിൻ്റ് ഉണ്ടാകും, അയ്യോ അന്ന് ഞാൻ വെറുതെ ടെൻഷൻ അടിച്ചു. അപ്പോൾ ഇതൊക്കെ ഒരു വളരെ തമാശയായിട്ടോ ചിരിച്ച് കളയാനോ അല്ലെങ്കിൽ വളരെ നിസ്സംഗമായിട്ട് നമുക്ക് ചിന്തിച്ച് കളയാൻ പറ്റുന്ന ഒരു ചിന്തയായിരിക്കും. അപ്പോൾ ഇത്രയും വലിയൊരു കാര്യമായിട്ട് ഇതിനെ ഒന്നും കാണണ്ട. എല്ലാവരും കൂടെയുണ്ട്. നിങ്ങളുടെ പേരൻസ് ആയാലും ഫാമിലി ആയാലും മറ്റ് ടീച്ചേഴ്സ് ആയാലും സ്കൂളായാലും എല്ലാ സപ്പോർട്ടിനും എല്ലാവരും ഉണ്ട്. എല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്, നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. അപ്പോൾ
എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നല്ല സമർത്ഥമായി എക്സാമിനേഷൻ അല്ലെങ്കിൽ പരീക്ഷ എന്ന് പറയുന്ന ആ കടമ്പയെ നിങ്ങൾ ഫേസ് ചെയ്യൂ. അത് ഒരു വളരെ ലാഘവത്തോടെ നിങ്ങളുടെ ഡെയിലി റുട്ടീനിലുള്ള ഒരു നോർമൽ ഡേ പോലെ അതിനെ ഫേസ് ചെയ്യൂ. അത് വളരെ ഈസി ആയിരിക്കും. വളരെ നമുക്ക് നമ്മുടെ മനസ്സിനെ വളരെ കാമായിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ കൊണ്ടുപോയിട്ട് നമ്മൾ വളരെ അപ്പം തന്നെ നമുക്കതിൻ്റെ ഒരു 80% നമുക്ക് ആ ഒരു ഈസ് ഔട്ട് ആവും ആ ഒരു പ്രഷേർഡ് സിറ്റുവേഷനിൽ നിന്നും. അത് എന്നത്തെയും ഒരു ദിവസം പോലെ തന്നെ അതിനെ അഭിമുഖീകരിക്കാൻ പഠിക്കുക. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ വിജയവും. എന്തോ ആയിക്കോട്ടെ, എത്ര നമ്മൾ മുന്നിൽ കണ്ട വിജയം ആയിക്കോട്ടെ, അതിൽ നിന്നും നമുക്ക് ഒട്ടും ഫേവറബിൾ അല്ലാത്ത ഒരു സിറ്റുവേഷനോ ആയിക്കോട്ടെ, നമുക്കത് ഫേസ് ചെയ്യാനുള്ള ഒരു ലേണിംഗ് ആയിരിക്കട്ടെ. അത് അതിഗംഭീരമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റട്ടെ. അതിൽ നിന്നും നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് വളരെ ചില്ലായിട്ട് പോയി എക്സാമൊക്കെ എഴുതി വളരെ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലും അപ്പുറം ഒരു സന്തോഷം കൈവരുത്തട്ടെ. ഓൾ ദി ബെസ്റ്റ് ടു ഓൾ ഓഫ് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഗായത്രി ഫോർ യുവർ വണ്ടർഫുൾ സെഷൻ. ഈ ഒരു വെബിനാർ നിങ്ങൾക്ക് എല്ലാവർക്കും ഭാവിയിൽ ഉപകാരപ്രദമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതുപോലുള്ള വെബിനാറുകളുമായി കിക്ക് ഡോക്ടർ ഇനിയും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.